എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇറ്റ്സ് മീ യുവർ അവിനാഷ്. നമ്മൾ ഇന്നൊരു ഗപ്പിയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാനാണ്. കാരണം ഞാൻ നേരത്തെ ഒരു ഗപ്പിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു. എൻ്റെ ഉള്ള ഗപ്പിയെക്കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഇനിയും വേറെ കുറേ വെറൈറ്റി ബ്രീഡ്സ് ഉണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ചെയ്യണമെന്ന് നിരന്തരമായിട്ട് കമൻ്റ് ഇടുക, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. അവർ പറഞ്ഞ് ഇടുവോ എന്ന്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ കിടക്കുന്ന ബ്ലൂ കിങ് കോബ്ര ഉണ്ട്. അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നമ്മൾ നേരെ വീഡിയോയിലോട്ട് കിടക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഗപ്പി കിടക്കുന്ന സ്ഥലം, ഈ കോഴി കാരണം ഭയങ്കര നാശമാണ്. കോഴി ഈ ചകഞ്ഞ് ഉള്ള പൊടിയെല്ലാം കൂടെ അതിനകത്തെല്ലാം വീണിട്ടുണ്ട്. എന്ത് ചെയ്യാൻ, അതിനെ കോഴി അതിൻ്റെ മണ്ട കയറി ഇരിക്കുക. ഒരു അപ്പോൾ ഗായ്സ്, ഇവിടെയാണ് നമ്മുടെ കോബ്രാസ് കിടക്കുന്നത്. ഇങ്ങനെ നമ്മൾ നെറ്റ് ഇടുവാണല്ലേ, ഈ നമ്മളെവിടെയെങ്കിലും പൊടി അതേപോലെ തന്നെ നമ്മുടെ ഈ കരിയില ഒന്നും വീഴത്തില്ല നമ്മുടെ വെള്ളത്തിനകത്തിട്ട്. ട്രൈ ചെയ്താൽ ശരി. ഇവിടാണ് ദ ബ്ലൂ കിങ് കോബ്ര. ഗൈസ്, കാണാൻ പറ്റുന്നുണ്ടോ? ദാ പോന്നു. നമുക്ക് ഇനി അല്ലാതെ നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഓക്കെ. അപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കൂടെ ഒക്കെ തീർക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ച് എന്താ പറയുന്നത്, ഈ അഴുക്ക് പോകാൻ ഈ ഫിഷ് ടാങ്കിൽ, അതായത് ഫ്രിഡ്ജിൻ്റെ ടാങ്കിൽ എങ്ങനെ അഴുക്ക് പോകുന്നതെന്നാണ് ചോദിച്ചത് കൂടുതൽ പേര്. അപ്പോൾ അങ്ങനെ ആവശ്യമില്ല. സാധാരണ ഞങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇടുക. അതാണ്ട് ഇതേപോലത്തെ പ്ലാന്റ് ഇടുക. അപ്പോൾ കുറേ അഴുക്കൊക്കെ നമുക്ക് കളയാനൊക്കെ പറ്റും, താന്നിരിക്കും. പിന്നെ എന്തെങ്കിലും നമ്മളില്ല ചെറിയൊരു ട്യൂബ് വെച്ച് അത് പക്ഷേ ഇച്ചിരി ഉയർത്തി നിൽക്കണം, അതേ ഉള്ളൂ പ്രശ്നം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ കോബ്രയെ നമുക്ക് വിശദമായിട്ട് കാണാം. ഓക്കെ. ഞാനാണെങ്കിൽ ഇവരെ എത്ര പേർ, രണ്ട് പേരായിരുന്നു വാങ്ങിയത്. ഒരു പേരിന് 1000 രൂപ വെച്ച് 2 പേർ 2000 രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു. പക്ഷെ അത് ഞാൻ മേടിച്ച അത് രണ്ടും പൊളിയായിരുന്നു കേട്ടോ, ഹെവി ആയിരുന്നു. അതിപ്പോൾ ഇല്ല, അതിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ലാത്ത മെയിലും ഫീമെയിലും ആയിരുന്നു. കാരണം അതിൻ്റെ വാലൊക്കെ പൊളിയായിട്ടുണ്ടായിരുന്നു. ഇവരിപ്പോൾ ചെറുതാണ്, അത് അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇവരെ ഞാനിപ്പോൾ വളർത്തിയെടുത്തതാണ് ഇത്രയും. ഇവരെ ഇങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ല, പക്ഷേ നമുക്ക് ഗ്ലാസ് ഇട്ട് കാണിച്ചു തരുന്നത് ഗൈസ്. അപ്പം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഗപ്പി പ്രേമികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇവരുടെ ആ കളറ് ബ്ലൂ, നല്ല കട്ടി ബ്ലൂ അട്രാക്റ്റ് ചെയ്യും നമ്മളെ സൂപ്പറായിട്ട്. മറ്റേ ആ പർപ്പിൾ, ഞാൻ നേരത്തെ കാണിച്ച പർപ്പിളിനെ പോലെ തന്നെ വരും. എനിക്ക് ഇച്ചിരി കാണാൻ നല്ല രസമുള്ളതിനെ ഞാൻ വാങ്ങിക്കത്തുള്ളൂ, അല്ലാതെ ഉള്ളതിനെ ഞാൻ വാങ്ങിക്കത്തില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് മീനെ പിടിക്കണം എന്ന് വെച്ചാൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ക്യാമറ പിടിക്കാൻ ആരുമില്ല. ഇന്ന് സോളോയാണ്, ഒറ്റയ്ക്കാണ് ഗൈസ്. അപ്പോൾ നമ്മളിതിപ്പം സെൽഫി സ്റ്റിക്കിൽ ഇങ്ങനെ ഇവിടെ വെച്ചേക്കാണ് ക്യാമറ വെച്ചിട്ട്. ഇനി നമുക്ക് അതുമല്ല മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ എൻ്റെ നെറ്റ് കാണുന്നില്ല ഗൈസ്. കൈ കൊണ്ട് പിടിക്കണം. സോ കിട്ടിയില്ല ഗൈസ്. ഗൈസ് താണ്ടെ കണ്ട 2 എണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് മാറ്റാൻ പാത്രം. ഒരെണ്ണം ചാടിപ്പോയി. 2 പോയി ഗൈസ്, 2 പോയി. ഓക്കെ, ഒരു മെയിലും ഒരു ഫീമെയിലിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനെ മാറ്റി.
ഇനി അടുത്തത് വാ 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 അതുകൊണ്ട് അടുത്തതിനെ കിട്ടിയാൽ ഇത് നല്ലൊരു ആക്റ്റീവാണ്, നല്ല രസമുണ്ട് വാല് കാണാൻ. ഞാനൊന്ന് കാണിക്കാം. ഞാൻ പോയി. ഓക്കെ 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 ഓക്കെ. ഇത് കണ്ട ഒരു വേറെ ഇത് ഇച്ചിരിടൊക്കെ വലുതാകുമ്പോൾ നമുക്കറിയാൻ പറ്റും ഷെയ്ഡൊക്കെ. ഷിറ്റ്, ഇവരെല്ലാം വിഷയങ്ങളാ, ചാടിപ്പോന്നു. ഇനിയൊന്നും കാണിക്കാനൊന്നുമില്ല, ഞാൻ എടുത്തും ഇടുക കേട്ടോ. കണ്ടോ, നിങ്ങൾ ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ, ചാടിപ്പോവാ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ ഇനി എന്നെ പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാത്തിനും കാണാം. ഓക്കെ. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പം അത്യാവശ്യം ഉള്ളതിനെയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു എത്ര മീനാ, 3, 4, 5, 5-6 മീനിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അത് മതി നമുക്ക് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇനി കുറച്ച് ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പം പിന്നെ ഞാൻ ഗപ്പീസിനെ കുറച്ച് എടുത്തുള്ളൂ, കാരണം നമ്മുടെ മെയിലൊക്കെ വീരന്മാരായതുകൊണ്ട് ഗപ്പീസ് എല്ലാം ഗർഭിണികളാണ്. അപ്പം അതിനെ നമുക്ക് എടുക്കാൻ പറ്റൂല, എല്ലാം ഗർഭിണികളാണ് നമ്മുടെ ഗപ്പീസ് കൂടുതൽ. എന്നിട്ട് ഞാനിപ്പോൾ പിടിച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ബാക്കി ഷൂട്ട് ചെയ്യാം. ഓക്കെ. ഗപ്പീസ് തന്നെ കുറച്ചേ പിടിച്ചുള്ളൂ. കണ്ട് കാണുന്നുണ്ട്, എന്താണ്ട് ആ വരുന്നവരൊക്കെ ഗർഭിണികളാണ്. അപ്പം കുറച്ച് മെയിൽ ഇതിനകത്ത് കിടപ്പുണ്ട്. നമ്മളിപ്പം തൽക്കാലം വീഡിയോ പിടിക്കാൻ ഇത്രയൊക്കെ മതി. അപ്പോൾ ഒറ്റയ്ക്ക് ആ ഷൂട്ട് ചെയ്യുന്ന അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ. ഇപ്പോൾ ഞാൻ പിടിച്ച മീനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു വേറെ പാത്രത്തിലോട്ടാക്കി തന്നു. ഇത് നമുക്കിത് ഗ്ലാസ്സിലോട്ട് പറ്റാം, എന്നാലേ അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റി. എല്ലാ മീനും മുകളിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും മുകളിൽ വന്ന് നടക്കുന്നു, താഴോട്ട് പോകുന്നില്ല. ഒരടി കൊടുത്ത് നോക്കാം. ഒരു രക്ഷയില്ല. കുറച്ച് വെള്ളം അങ്ങ് കളയാം. ഓക്കെ ഗൈസ്, ഓക്കെ. ഞാനപ്പോൾ ഇതിന് ഇതിൻ്റെ കളർ എടുത്തറിയാനെങ്കിൽ എന്തെങ്കിലും പച്ച വേണ്ട. ഞാനൊരു വാഴയില പോയി എടുത്തോണ്ട് വരട്ടെ, ബാക്ക്ഗ്രൗണ്ട് വെക്കാം. നോക്ക് ഗൈസ്, എത്ര ഷൈനി ആയിരിക്കണം അവരുടെ. ഇത് കണ്ട, ബ്ലൂ കളർ. അപ്പോൾ വെയിലത്തിരുന്ന ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ഭയങ്കര വെട്ടം. നോക്കിക്കേ, ഓരോന്നിനും വേറെ വേറെ ഷെയ്ഡാണ് വന്നേക്കുന്നത്. അത് കണ്ടോ, ഒരു മയിൽപ്പീലി കളറ്. അത് നൈസായിട്ടുണ്ട്. ഇത് വേണ്ട വേണ്ട ഇത് വേണ്ട. ഏതായിരുന്നു വേണ്ട പോകുന്ന ഒരു മയിൽപ്പീലി ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ കട്ടി ബ്ലൂ ഉണ്ട്. പിന്നെ ബ്ലൂവിനകത്ത് ഗോൾഡ് കളർ വരുന്നുണ്ട്. അതുകൊണ്ട് നൈസായിട്ടുണ്ടല്ലേ. ഇതാണ് എൻ്റെ കോബ്ര. ഇനി ആരും ഒന്നും പരാതി പറയില്ല, എൻ്റെ കോബ്രയെ കണ്ടിട്ടില്ലേ.
അപ്പോൾ ഗായ്സ്, ഇപ്പോൾ നിങ്ങളെൻ്റെ ഇതിനെല്ലാം കണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ഉള്ള വെറൈറ്റീസിനെയൊക്കെ ഞാൻ വീണ്ടും പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗപ്പിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം പറഞ്ഞുതരാം. പിന്നെ ഇനിയും കയ്യിലൊന്നും എടുക്കുന്നില്ല, മറ്റേ കയ്യിലെടുത്ത് താഴെ പോയി. നമുക്ക് മീനെ വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് നമ്മളിനിയും കയ്യിലെടുക്കുന്നില്ല. അതുപോലെ വേറെ ഒരാളുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ തന്നെ ഒരാൾ വിളിച്ച് ഭയങ്കര പണിയാണ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങൾ, ഗപ്പിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മളതൊരു വീഡിയോ ആക്കി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ ഗൈസ്.